ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ക്ഷേത്ര ശുചീകരണ യജ്ഞത്തിൽ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കടൽ തീരങ്ങൾക്ക് പുതുജീവൻ നൽകാനുള്ള പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാട് കായിക രംഗത്ത് വഴിത്തിരിവായെന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ. 2024-25 സാമ്പത്തിക വർഷത്തിൽ കേരളത്തിലെ മുൻഗണനാ മേഖലയിൽ 2.5 ലക്ഷത്തോളം കോടി രൂപ വായ്പാ സാധ്യതയെന്ന് നബാർഡ്. പാലിയേറ്റീവ് പരിചരണ വാരാചരണത്തിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ് പ്രത്യേക ക്യാമ്പയിൻ സംഘടിപ്പിക്കും. മകരവിളക്കിനൊരുങ്ങി സന്നിധാനം. തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് ഭക്തി നിർഭര വരവേൽപ്പ്. ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ ഇന്ത്യ ഓസ്ട്രേലിയ മത്സരം പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. വികസിതവും സ്വയം പര്യാപ്തവുമായ രാഷ്ട്രമാക്കി ഇന്ത്യയെ മാറ്റുന്നതിനായി പ്രവർത്തിക്കാൻ ആയുഷ് ശ്രീ സൊണാൽ മാതാവിന്റെ ജീവിതം നമുക്ക് പുതിയ ഊർജ്ജം നൽകുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിലെ വീരവനിതയായ സൊണാൽ മാതാവിന്റെ ജന്മശതാബ്ദി പരിപാടിയെ വീഡിയോ മുഖേന അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആത്മീയവും സാമൂഹികവുമായ പ്രവർത്തനങ്ങൾക്കൊപ്പം രാജ്യത്തിന്റെ ഐക്യത്തിന്റെയും അഖണ്ഡതയുടെയും കരുത്തുറ്റ കാവൽക്കാരി കൂടിയായിരുന്നു സൊണാൽ മാതാവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന ജനുവരി 22-ന് രാജ്യത്തെ ഏവരും ശ്രീരാമജ്യോതി തെളിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. രാജ്യത്തെ ക്ഷേത്രങ്ങൾക്കായി ഇന്നലെ ആരംഭിച്ച ശുചീകരണ യജ്ഞത്തിൽ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. ഭാരതത്തിന്റെ കടൽ തീരങ്ങൾക്ക് പുതുജീവൻ നൽകാനുള്ള പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാട് കായിക രംഗത്ത് വഴിത്തിരിവായെന്ന് കേന്ദ്ര കായിക മന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ. ദിയുവിലെ ഖോക്ലയിൽ നടന്ന ഇന്ത്യയിലെ ആദ്യ ബീച്ച് ഗെയിംസിൽ പങ്കെടുത്ത താരങ്ങളെ അനുമോദിക്കുകയായിരുന്നു അദ്ദേഹം. കായിക താരങ്ങളുടെ ഊർജ്ജവും ദിയുവിന്റെ സൌന്ദര്യവും മത്സരത്തെ ഊർജ്ജസ്വലമാക്കിയതായും മന്ത്രി സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. ഗെയിംസിൽ മധ്യപ്രദേശ് 7 സ്വർണം ഉൾപ്പെടെ 18 മെഡലുകൾ നേടി ഓവറോൾ ചാമ്പ്യന്മാരായി. ആയുഷ്മാൻ ഭാരത് പ്രധാൻമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 30 കോടിയിലധികം ആയുഷ്മാൻ കാർഡുകൾ ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്തതായി കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു. ദുർബല കുടുംബങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ നൽകുന്നതാണ് ആയുഷ്മാൻ പദ്ധതി. രാജ്യത്തുടനീളമുള്ള 10 കോടിയിലധികം ദരിദ്ര കുടുംബങ്ങൾക്ക് പ്രയോജനം ചെയ്യുകയാണ് ലക്ഷ്യം. 2024-25 സാമ്പത്തിക വർഷത്തിൽ കേരളത്തിന് മുൻഗണനാ മേഖലയിൽ 2,37,371 കോടി രൂപ വായ്പാ സാധ്യതയെന്ന് നബാർഡ്. കേരളത്തിൽ മുൻഗണനാ മേഖലാ വായ്പാ പദ്ധതിയിൽ 52% കൃഷിയുമായി ബന്ധപ്പെട്ടതാണ്. ചെറുകിട വ്യവസായങ്ങൾക്ക് 30%ആണെന്നും നബാർഡിന്റെ സ്റ്റേറ്റ് ഫോക്കസ് പേപ്പർ വ്യക്തമാക്കുന്നു. മകരസംക്രമ നാളിൽ അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണങ്ങൾ വഹിച്ചുള്ള ഘോഷയാത്രയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ ഭക്തി നിർഭര വരവേൽപ്പ്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി ശ്രീധർ. മകരസംക്രമ നാളിൽ അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണങ്ങളും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര രാത്രി 7:30 കോഴഞ്ചേരി പാമ്പാടി മണ്ണിലെത്തും. ഇവിടെയും തിരുവാഭരണങ്ങൾ തുറന്ന് ദർശിക്കാനാകും. വലിയ ഭക്തജനത്തിരക്കാണ് ഘോഷയാത്ര കടന്നുപോകുന്ന സ്ഥലങ്ങളിൽ അനുഭവപ്പെടുന്നത്. രാജകുടുംബാംഗത്തിന്റെ മരണത്തെ തുടർന്ന് ആചാരപരമായ ചടങ്ങുകൾ ഇല്ലാതെയാണ് തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര പന്തളത്തുനിന്ന് ഇന്ന് ഉച്ചയ്ക്ക് 1 ആരംഭിച്ചത്. ഇന്ന് അയിരൂർ പുതിയകാവ് ദേവീക്ഷേത്രത്തിലാണ് സംഘം രാത്രി വിശ്രമിക്കുക. 100 കണക്കിന് ഇരുമുടിക്കെട്ടേന്തിയ അയ്യപ്പന്മാരും ഘോഷയാത്രയെ അനുഗമിക്കുന്നുണ്ട്. മകരവിളക്ക് ദിനമായ 15-ന് വൈകിട്ട് തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തെത്തും. ശബരിമല മകരവിളക്ക് ദർശനത്തിനായുള്ള ഇടുക്കിയിലെ ഒരുക്കങ്ങൾ പൂർത്തിയായി. പുല്ലുമേട്, പരുന്തുംപാറ, പാഞ്ചാലിമേട് എന്നിവിടങ്ങളിലാണ് ദർശന സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. മകരസംക്രാന്തി മകരപ്പൊങ്കൽ ആഘോഷത്തിനൊരുങ്ങി ദക്ഷിണേന്ത്യ. സംസ്ഥാനത്ത് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി, പാലക്കാട്, വയനാട് എന്നിവിടങ്ങളിലാണ് മകരപ്പൊങ്കൽ എന്ന തൈപ്പൊങ്കൽ ആഘോഷിക്കുക. പൊങ്കലിനോട് അനുബന്ധിച്ച് തിങ്കളാഴ്ച ഈ ജില്ലകൾക്ക് അവധിയാണ്. മകരവിളക്കിനോടനുബന്ധിച്ച് പത്തനംതിട്ട ജില്ലയിലും പ്രാദേശിക അവധിയാണ്. പാലിയേറ്റീവ് പരിചരണ വാരാചരണത്തിന്റെ ഭാഗമായി ഞാനുമുണ്ട് പരിചരണത്തിന് എന്ന പേരിൽ ആരോഗ്യവകുപ്പ് പ്രത്യേക ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നതായി മന്ത്രി വീണ ജോർജ്. സമൂഹത്തിലെ എല്ലാവരും അവരുടെ ചുറ്റുമുള്ള കിടപ്പ് രോഗികൾക്ക് വേണ്ടി അവരാൽ കഴിയുന്ന വിധം സാന്ത്വന പരിചരണ സേവനങ്ങളിൽ ഏർപ്പെടാൻ പ്രോത്സാഹിപ്പിക്കുകയാണ് ഈ ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്.
ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിനെതിരെ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം അന്വേഷണത്തിന് ഉത്തരവിട്ടു. കേരള ജനപക്ഷം സെക്യുലർ നേതാവ് ഷോൺ ജോർജിന്റെ പരാതിയിലാണ് അന്വേഷണം. കമ്പനിക്കെതിരെ ലഭിച്ച പരാതിയിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ ക്രമക്കേട് കണ്ടെത്തിയിരുന്നു. അന്വേഷണത്തെ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ സ്വാഗതം ചെയ്തു. സിപിഎമ്മിന്റെ കമ്മീഷൻ രാജിനെയും ഒരു സേവനവും നൽകാതെ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് പ്രതിമാസ കമ്മീഷൻ നേടാൻ സഹായിച്ചവരെയും കുറിച്ച് പുറം ലോകം അറിയാൻ അന്വേഷണം സഹായിക്കുമെന്നും മന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയിൽ ഗുരുതരമായ ക്രമക്കേടുകൾ നടന്നു എന്നാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. എക്സാലോജിക്കിനെതിരെ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം അന്വേഷണം പ്രഖ്യാപിച്ചതോടെ പ്രതിപക്ഷം ഉന്നയിച്ച കാര്യങ്ങളെല്ലാം ശരിയെന്ന് തെളിഞ്ഞതായും അദ്ദേഹം കൊച്ചിയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എക്സാലോജിക് അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് LDF കൺവീനർ ഇ.പി. ജയരാജൻ. അന്വേഷണ ഏജൻസികളെ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ താൽപര്യത്തിനായി ഉപയോഗിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള വികസിത് ഭാരത് സങ്കല്പ് യാത്ര കേരളത്തിലെ വിവിധ ജില്ലകളിൽ പുരോഗമിക്കുന്നു. തിരുവനന്തപുരത്തും എറണാകുളത്തും നഗര ഗ്രാമ മേഖലകളിൽ ഇന്നലെ പര്യടനം നടന്നു. കോഴിക്കോട് ജില്ലയിൽ നടക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഭാഗമായി പ്രധാനമന്ത്രി തൊഴിൽദായക പദ്ധതി ഗുണഭോക്താവ് ഗിരിജ ഷാജി തന്റെ അനുഭവം പങ്കുവയ്ക്കുന്നു. കൊയിലാണ്ടി മുനിസിപ്പാലിറ്റിയിലെ കാവുംവട്ടം എന്ന പ്രദേശത്താണ് എൻ്റെ സ്ഥാപനം. 2011 PMEGP സ്കീമിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ സ്ഥാപനം ആരംഭിക്കുന്നത്. വളരെ വിജയകരമായി എൻ്റെ സ്ഥാപനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊറോണയുടെ സമയത്തും പ്രളയത്തിൻ്റെ സമയത്തൊക്കെ തന്നെ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും പ്രധാനമന്ത്രിയുടെ സ്കീമിൽ ഉൾപ്പെടുത്തിയതായതുകൊണ്ട് തന്നെ ബാങ്ക് ഓഫ് ബറോഡയാണ് എൻ്റെ ലോണ് ചെയ്തിട്ടുള്ളത്. ഒരു വനിതാ സംരംഭക എന്ന നിലയിൽ ഞാനിത് അഭിമാനം കൊള്ളുകയും ചെയ്യുകയാണ്. ഖത്തറിൽ നടക്കുന്ന ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ ഇന്ത്യ ഓസ്ട്രേലിയ പോരാട്ടം പുരോഗമിക്കുന്നു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഓസ്ട്രേലിയ 2-0 മുന്നിലാണ്. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ഇരു ടീമുകൾക്കും ഗോൾ നേടാൻ ആയിട്ടില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. ക്ഷേത്ര ശുചീകരണ യജ്ഞത്തിൽ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കടൽ തീരങ്ങൾക്ക് പുതുജീവൻ നൽകാനുള്ള പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാട് കായിക രംഗത്ത് വഴിത്തിരിവായെന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ. 2024-25 സാമ്പത്തിക വർഷത്തിൽ കേരളത്തിലെ മുൻഗണനാ മേഖലയിൽ 2.5 ലക്ഷത്തോളം കോടി രൂപ വായ്പാ സാധ്യതയെന്ന് നബാർഡ്. പാലിയേറ്റീവ് പരിചരണ വാരാചരണത്തിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ് പ്രത്യേക ക്യാമ്പയിൻ സംഘടിപ്പിക്കും. മകരവിളക്കിനൊരുങ്ങി സന്നിധാനം. തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് ഭക്തി നിർഭര വരവേൽപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.